ദൈവത്തിന്റെ മന്ദിരമായ സഭാസമൂഹങ്ങൾ. ഇന്നത്തെ ലോകത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മനുഷ്യന്റെ തനിമ. അതിലധിഷ്ഠിതമായാണ് നൈതിനികവും ദാർശനികവുമായ എല്ലാ സരണികളെയും നിർവചിക്കുന്നത്. പ്രസ്തുത നിർവചനം മനുഷ്യനിർമ്മിതമായ ഏതാണ്ട് എല്ലാ വൈതരണികളെയും അതിജീവിക്കുന്നതിന് നമ്മെ സഹായിക്കുന്നു. അറിവിന്റെ തിരയേറ്റത്തിൽ, വിസ്ഫോടനത്തിൽ ശരിയേത് തെറ്റേത് എന്നറിയാതെ ഉഴലുന്ന നമുക്ക് സുരക്ഷിതമായ ഒരു വിശ്വാസ പ്രസ്താവനയാണ് ഈ വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത്. 1 കൊരിന്ത്യർ 3:16 നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? മന്ദിരമെന്ന പൗലോസ്ലീഹ വളരെ ആലോചിച്ചുറച്ച് ഉപയോഗിച്ച പദം തന്നെയാണ് അതിന് ആരാധനാലയം, സാങ്ച്വറി എന്നതിനേക്കാൾ വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന അർത്ഥമാണ് വിവക്ഷിക്കുന്നത്. മൂലഭാഷയിൽ ദൈവത്തിന്റെ കൂടാരമെന്ന് തന്നെ വ്യാഖ്യാനിക്കാം. ഈ പശ്ചാത്തലത്തിലാണ് ലഹരിമുക്തമായ സമൂഹങ്ങൾക്കായി, ക്രിസ്തുവിന്റെ പൂർണ്ണത ഉൾക്കൊള്ളുന്ന മനുഷ്യ സമൂഹങ്ങൾക്കായി പ്രവർത്തിക്കുന്ന സഭയുടെ നേർക്കാഴ്ച. അത് ക്രിസ്തുവിലുള്ള പൂർണ്ണതയിലാണ് നിവസിക്കുന്നത്. ഈ വേദഭാഗത്തെ ഒരു വിശദമായ പഠനത്തിന് വിധേയമാക്കുമ്പോഴാണ് വിശുദ്ധ പൗലോസ് വിശ്വാസ സമൂഹത്തിന് നൽകുന്ന വിശേഷണത്തിന്റെ ആഴം ശരിക്കും മനസ്സിലാകുന്നത്. അത്തരത്തിൽ ഒരു ദർശനത്തോടെ ക്രൈസ്തവീയതയെ സമീപിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും ക്രിസ്തുഭാവം ഉൾക്കൊള്ളുവാനും ക്രിസ്തുവിന്റെ ദൈവരാജ്യ സാക്ഷികളായി ജീവിക്കുവാനും സാധിക്കും. 1 കൊരിന്ത്യർ 3:16 പ്രധാനമായും താഴെ പറയുന്ന പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു: നാവോസ് തിയോ, ടെമ്പിൾ ഓഫ് ഗാഡ്; ന്യൂമാ തിയോ, സ്പിരിറ്റ് ഓഫ് ഗാഡ്; ഒയ്കൈ, ഡ്വെൽസ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ മന്ദിരമാണ്. അപ്രകാരം മന്ദിരമാവുന്നത് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നതിനാലാണ്. വസിക്കുന്നു എന്ന അർത്ഥത്തിൽ നിരവധി യവന പദങ്ങൾ ഉണ്ടെങ്കിലും ഒരു ഭവനം പോലെ സുരക്ഷിതമായ ഇടം എന്ന അർത്ഥത്തിലാണ് ഒയ്കൈ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും ഒരു കാര്യം സുവ്യക്തമാണ്: ദൈവാത്മാവ് വസിക്കുവാൻ ദൈവം തിരഞ്ഞെടുക്കുന്ന ഇടമാണ് ദൈവത്തിന്റെ മന്ദിരം. അതിനാലാണ് ദൈവീകതയുടെ പ്രസന്ന ഭാവം ഇവിടെ നിലനിൽക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ച ഒരു ധ്യാന പുസ്തകമാണ് റണ്ണിങ് ഇൻ ടു ഗാഡ്. ശിഷ്യത്വത്തെക്കുറിച്ച് ധ്യാനാത്മകമായി എഴുതിയ അതിമനോഹരമായ ഒരു ഗ്രന്ഥം. അതിൽ പറഞ്ഞിരിക്കുന്നത് ദൈവാത്മാവ് നിയോഗിക്കുന്ന വിശ്വാസ സമൂഹങ്ങളാണ് എല്ലാ അർത്ഥത്തിലും കരുതലോടെ വളർന്നു വരുന്ന സമൂഹങ്ങളുടെ അടിത്തറ. നാം കേവലം വ്യക്തിഗത മന്ദിരങ്ങളല്ല, പ്രസ്തുത ദൈവത്തിന്റെ സാന്നിധ്യം ഉൾക്കൊള്ളുന്ന, തിരിച്ചറിയുന്ന ഇടങ്ങളാണ്. സഭയുടെ ശുശ്രൂഷയിൽ പ്രധാനപ്പെട്ടതാണ് ഒരുമിച്ചുള്ള യാത്രയും കൂട്ടായ്മയും. ഈ വർഷം കേരള ഐക്യ വൈദിക സെമിനാരി ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം യുണൈറ്റഡ് വിത്ത് ഈച്ച് അതർ ഇൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നതാണ്. ഇത് എടുത്തു പറയാനുള്ള കാരണം ദൈവാത്മാവ് നിവസിക്കുന്ന മന്ദിരം തീർച്ചയായും ദൈവം വസിക്കുന്നതാണ്. ക്രിസ്തു സാന്നിധ്യം നമ്മുടെ തനിമയുടെ ഭാഗമാണ്. കാരണം നാം ക്രിസ്തു ശരീരം തന്നെയാണ്. അതിനാൽ എല്ലാ വിശ്വാസികളും പരസ്പരം ഐക്യപ്പെട്ടും സമരസപ്പെട്ടും ദൗത്യ നിർവഹത്തിനായി സജ്ജമാകുന്ന ഇടമാണ് സഭ. അത്തരത്തിൽ സജ്ജമാകുന്ന ആരാധന, പ്രാർത്ഥന, ധ്യാന സമൂഹങ്ങൾ ദൈവം വസിക്കുന്ന ഇടമെന്ന ഉത്ബോധമുള്ളവർ തന്നെയായിരിക്കും. അത്തരത്തിലൊരു ഉത്ബോധത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ നമുക്ക് തീർച്ചയായും കഴിയണം. ദൈവാത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ഗാഡ്, ആവസിക്കുന്ന ഇടം എപ്പോഴും പരിശുദ്ധമായ സ്ഥലമാണ്. ഈ നിർമ്മലതയും പരിശുദ്ധിയുമാണ് ദൈവത്തിന്റെ മന്ദിരമായ സഭയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. പൗലോസ്ലീഹ സമാനമായ ഉദ്ബോധനം റോമർ 12:1-2 നൽകിയിട്ടുള്ളത് ശ്രദ്ധേയമാണ്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുപുതുക്കി രൂപാന്തരപ്പെടുവിൻ. 1-ാം നൂറ്റാണ്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സഭയ്ക്ക് പൗലോസ്ലീഹ നൽകിയ അവരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള തെളിമയാർന്ന ഉപദേശ സംഹിതയാണിത്. ഈ ഉപദേശ സംഹിതയുടെ ചുവട് പിടിച്ചാണ് സഭ വളർന്നതും ഒരു ക്രിസ്തു കേന്ദ്രിതമായ സമൂഹമായി നിലനിന്നതും. പ്രസ്തുത ക്രിസ്തു കേന്ദ്രിത സമൂഹത്തിനാണ് ആദിമസഭയിൽ രൂപാന്തരത്തിന്റെ ചാലകമായി തീരുവാൻ കഴിഞ്ഞത്. അന്നുണ്ടായ രൂപാന്തരം സഭയെ ലോകത്ത് ഏറ്റവും അധികം ജീവനേകുന്ന ഒരു ദൈവീക ഇടമായി നിലനിർത്തി. പലവിധമായ ലഹരിക്കടിമയാകുന്ന സമൂഹത്തിന് തീർച്ചയായും നമ്മുടെ മൗലികമായ തനിമയെ വിശദമാക്കുന്ന ഈ അവബോധം ആവശ്യമാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നു എന്ന പൗലോസ്ലീഹായുടെ ഉറപ്പ് ദൈവീകതയുടെ അനർഗളമായ ഒരു പ്രവാഹത്തെയാണ് അർത്ഥമാക്കുന്നത്. ഇതൊരു സാധാരണ ദൗത്യമല്ല. മന്ദിരം പണിയുന്ന ദൈവീകതയെ ഉൾക്കൊള്ളുന്ന ഒരു കരുതലാണ്. ഈ കരുതൽ സഭയുടെ ശുശ്രൂഷയിൽ പൊതുസമൂഹത്തിലെ സാക്ഷ്യകടമകളിൽ തീർച്ചയായും പ്രതിഫലിക്കേണ്ട ഒന്നാണ്.
ജോസ് അന്നംകുട്ടി ജോസഫ് എഴുതിയ ദൈവത്തിന്റെ ചാരന്മാർ എന്ന പുസ്തകം 1,00,000-ലധികം പ്രതികൾ വിറ്റുപോയ ഒന്നാണ്. അത് വായനക്കാരെ പ്രചോദിപ്പിക്കാൻ കാരണം ബന്ധങ്ങൾ തീവ്രമായും പരസ്പര പൂരകമായും പ്രവർത്തിക്കുന്നു എന്ന തിരിച്ചറിവാണ്. കൊരിന്ത്യ സഭയുടെ തനിമയിൽ നിന്ന് വ്യതിചലിച്ചതിനാലാണ് ഈ ഒരു അപജയം പൗലൂസിന് ചൂണ്ടിക്കാണിക്കേണ്ടി വന്നത്. അത്തരമൊരു അപജയത്തിന്റെ തലത്തിൽ നിന്ന് ദൈവീകത നിറയുന്ന ദൈവീക വാസസ്ഥലമാണ് ക്രൈസ്തവ വിശ്വാസ സമൂഹമെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഷക്കീന, ഗ്ലോറി ഓഫ് ഗാഡ്, നിരന്തരം പ്രവേശിക്കുന്ന ഇടമാണ് ദൈവത്തിന്റെ മന്ദിരം, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഇടം. വിശ്വാസ സമൂഹം ഈ ഒരു കർത്തവ്യം തീർച്ചയായും നിവർത്തിക്കേണ്ടതാണ്. ഈ ഒരു തിരിച്ചറിവില്ലാതെ വന്നാൽ അത് ദൈവത്തോടുള്ള അനുസരണക്കേടായി തന്നെ കണക്കാക്കേണ്ടി വരും. ഇവിടെ പറയുന്നത് ഒരു ഭൗതികമായ കെട്ടിടത്തെക്കുറിച്ചല്ല, പ്രസ്തുത ദൈവത്തിന്റെ അധിവാസത്തെക്കുറിച്ചാണ്. അന്ത്യകാലത്ത് വെളിപ്പെടുന്ന ദൈവീക മന്ദിരത്തിന്റെ വെളിപ്പെടുത്തലും മെശിഹ സമൂഹവും ഒരുമിച്ച് വരുന്ന പരിശുദ്ധാത്മാവ് അധിവസിക്കുന്ന ഇടമാണ് ദൈവത്തിന്റെ മന്ദിരം. അതിനാൽ വിശുദ്ധിയുടെ ഇടമായി ദൈവീക മന്ദിരം മാറേണ്ടതുണ്ട്. സമകാലീന ലോകത്തിൽ തീർച്ചയായും ഇത്തരമൊരു തിരിച്ചറിവിലൂടെ മാത്രമേ നമുക്ക് ദൈവീകതകളെ ക്രിസ്തുഭാവമുള്ള സമൂഹമായി എല്ലാ വെല്ലുവിളികളെയും നേരിടുവാനും അതിജീവിക്കുവാനും സാധിക്കും. വേദപുസ്തകം നൽകുന്ന ഈ ബലം എല്ലാ അർത്ഥത്തിലും നമ്മെ മുന്നോട്ട് നയിക്കുന്നതാവണം. ഇന്ന് മതാത്മകത ക്രിസ്തു കേന്ദ്രിത സമൂഹമായി തന്നെ തിരിച്ചറിയുവാനും അതിലൂടെ ലോകത്തിനൊരു നവജീവൻ പകരുവാനും നമുക്ക് സാധിക്കണം. ക്രിസ്തുവുള്ള ജീവിതങ്ങൾക്ക് തീർച്ചയായും അത് സാധിക്കും. അത്തരമൊരു സമൂഹമായി ദർശനമുള്ള സഭ നിലനിൽക്കുന്നതിന് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എപ്പോഴും നാം തിരിച്ചറിയേണ്ടതുണ്ട്.